നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് മെസ്സേജായിട്ട് അയക്കണം. ഈ പുതിയ വർഷ ഫലത്തെയാണ് ഞാൻ പറയാൻ പോകുന്നത്. 1201 ചിങ്ങമാസം മുതൽ 2026 ആഗസ്റ്റ് വരെയുള്ള ഫലമാണ്. അടുത്ത കർക്കിടകം വരെയുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത്. കർക്കിടക കൂറുകാരുടെ ഫലമാണ്. കർക്കിടകം പുണർത്തിൻ്റെ അവസാനത്തെ 6 മണിക്കൂർ അല്ലെങ്കിൽ 15 നാഴിക, പൂയം 24 മണിക്കൂർ, ആയില്യം 24 മണിക്കൂർ. അങ്ങനെ 2.25 നക്ഷത്രമാണ് ഈ കർക്കിടക രാശിക്കൂറുകൾ ഉള്ളത്. അപ്പോൾ കർക്കിടകൻ രാശിക്കൂറുകാർക്ക് പൊതുവെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഗുണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ശനി മരണസ്ഥാനത്ത് നിന്ന് മാറിക്കിട്ടി അതവരുടെ മരണത്തിന് തത്തുല്യമായ ആപത്തുക്കൾ, അപകടങ്ങൾ, കടങ്ങൾ, വിഷമതകളൊക്കെ മാറി ഇപ്പോൾ 9 സഞ്ചരിക്കുന്ന കാലമാണ് ഈ 2.5 വർഷത്തിൽ. അത് വളരെ നല്ലതാണ്. ശനി 9 നിൽക്കുമ്പോൾ എന്താണ്, ശരിക്കും ഭാഗ്യാദി അഭീഷ്ട ആവേശ അശുഭോ ഭാഗ്യ പുഷ്ടികർ ലഗ്നാൽ പുത്ര ഇതി പദ്യത്തത് വരാഹമിരോധിതം. വരാഹമിരാചാര്യർ പറയുന്നത് ശനി ഭാഗ്യസ്ഥാനത്ത് 30 വർഷത്തിലൊരിക്കൽ വരും. അപ്പം നമുക്ക് ഈ കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് നേടണമെന്ന് വിചാരിച്ചിട്ട് നേടാൻ പറ്റാത്ത വലിയ പരിപാടികൾ, കർമ്മ പദ്ധതികൾ ഒക്കെ നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും. എന്തൊക്കെ കിട്ടും? ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആരോഗ്യം, നൃപമാനനം, ധനസമായാനം, സുഖസംഭവക, സാഫല്യം, സകല ക്രിയാസു സതതം, ചിത്തപ്രസാദോദയെ, സ്ഥാനപ്രാപ്തി, ജനാനുരാഗ, സുയശ, സന്താന ലാഭാദി. ആരോഗ്യം കിട്ടും. നിങ്ങളുടെ അസുഖങ്ങളും നിശേഷവും മാറി കിട്ടുമെന്നാണ്. ഞാൻ സ്കാൻ ചെയ്തിട്ട് ഒരു അസുഖം കാണാനില്ല ചോദിച്ചാൽ ഞാൻ ഭയങ്കര രോഗിയാണെന്ന് നിങ്ങൾ പറയും. കാരണം രോഗമുണ്ടെങ്കിലല്ലേ സ്കാനിങ്ങിൽ രോഗിയായിട്ട് കാണും. നിങ്ങൾ രോഗിയാണെന്നുള്ള മാനസിക പ്രയാസം മാറ്റിയാൽ രോഗം തീർന്നു. കൂടുതലും മനസ്സിൻ്റെ വിചാരങ്ങളും ഭയങ്ങളുമാണ് ഒരാളെ രോഗിയാക്കി തീർക്കുന്നത്. അതാണ്. അപ്പോൾ ആരോഗ്യം കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് ആശുപത്രിക്കാർ രോഗമില്ലെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും നിങ്ങൾ രോഗിയാണെന്ന് കൊണ്ട് സമീപിക്കുമ്പോൾ അവർ രോഗമില്ലെങ്കിലും വീണ്ടും വീണ്ടും ടെസ്റ്റുകൾ, സ്കാനിങ്ങുകളൊക്കെ ചെയ്യും. അപ്പം നമ്മൾ കാലദോഷം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരുവ കണ്ടാൽ പിന്നെ അതൊരു രോഗമായിട്ടങ്ങ് മാറും. അതുകൊണ്ട് ആരോഗ്യം കിട്ടും. നൃപമാനനം, രാജാവിൻ്റെ പ്രീതി കിട്ടും. രാജഭരണകാലത്ത് രാജാവ് കുറിച്ച് പൊന്നും ചെങ്കോലും കിരീടവും ഒക്കെ തരും. രാജ്യവും ഭരണവും ഒക്കെ കിട്ടും. ഇന്ന് സർക്കാരിൽ നിന്ന് ജോലി കിട്ടും, പൈസ കിട്ടും. കോടതി വ്യവഹാരങ്ങളിൽ വിജയം കിട്ടും. കോടതിയും കേസും വഴക്കൊക്കെ വേണോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ചെറിയ ഒരു സന്ധി സംഭാഷണം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിനും നമ്മൾ എന്തിനിങ്ങനെ കേസും വഴക്കും പറഞ്ഞ് കൂടുതൽ വിഷമിക്കുന്നു? 2 വക്കീലന്മാരെയും വിളിച്ച് അവർക്ക് കൊടുക്കാനുള്ള കൊടുത്ത് അവരെ കൊണ്ടൊത്ത് തീർപ്പ് നടത്തി കഴിഞ്ഞ് നമ്മൾ സ്നേഹമായിട്ടുള്ളത് കൊണ്ട് വേണം പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ നടക്കണ സമയമാണ്. വലിയ കേസുകളൊക്കെ നമുക്ക് ചില സിവിൽ കേസൊക്കെ ആണെങ്കിൽ നമ്മൾ ചത്താലും കേസ് തീരില്ല. അപ്പം അങ്ങനെ നമ്മൾ മരിച്ചാൽ പോലും തീരാത്ത കാലഘട്ടത്തിങ്കിൽ നീണ്ടുപോകുന്ന വലിയ കേസുകൾ വെറും 2 മിനിറ്റ് കൊണ്ടാ, 20 മിനിറ്റ് കൊണ്ടാ, 2 മണിക്കൂർ കൊണ്ടാ തീർക്കാൻ വിചാരിച്ചാൽ പറ്റുന്ന കേസാണ്. വാശി അക്രമമൊക്കെ അങ്ങ് കാണാം. അങ്ങനെയാണ്. അങ്ങനെയൊക്കെ നൃപമാനം, രാജാവിൻ്റെ പ്രീതി കിട്ടും. ധനസമായാനം, ധാരാളം ധനമൊക്കെ വന്നു ചേരും. കിട്ടാതെ കിടക്കണ പൈസ നമ്മുടെ ബിസിനസ്, തൊഴിലൊക്കെ കൊണ്ട് ധാരാളം പണമൊക്കെ കിട്ടും. എല്ലാ കാര്യത്തിനും വിജയവും, മനസ്സന്തോഷവും, യശസ്സും, സന്താന ലാഭാദിയും, പിള്ളേർക്ക് നല്ല ജോലിയും പൈസയും വിവാഹവും അധികാരവും ഭാഗ്യാഭിവൃദ്ധികളൊക്കെ കിട്ടി നമ്മൾ ക്ഷയിച്ചു പോയെന്ന് വിചാരിക്കണമെങ്കിലും പിള്ളേർക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ അവരുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ആരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധിക്കൊക്കെ നല്ലത് വരും. അങ്ങനെ പൊതുവേ ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം വളരെ നല്ലതാണ്. എന്നാൽ 12 വേഴം നിൽക്കുന്ന സമയമാണ്. നമുക്ക് 12 1 ഈ കൊല്ലം വേഴം നിങ്ങൾക്ക് സഞ്ചരിക്കുന്നത്. ഏകദേശം ഒക്ടോബർ വരെ വേഴൻ കർക്കിടകൻ രാശിയിലും നവംബറും ഡിസംബർ മാസത്തിലൊക്കെ വേഴം മിഥുന രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് വരും. അപ്പം അവസാനം
ഈ വർഷാവസാനം നമുക്ക് ഇത്തിരി നേട്ടങ്ങൾ കിട്ടും. പക്ഷെ വേഴം 12 നിൽക്കുമ്പോൾ എന്താ പറയുക, ഒരുപാട് കടങ്ങളും മക്കളുടെ വിവാഹം, വിദ്യ, വിദേശയാത്ര, ഇതിനൊക്കെ വേണ്ടി കുറച്ച് പൈസ ചിലവാക്കേണ്ടി വരും. കാരണം ഈ വേഴനെന്ന് പറയുന്ന ഗ്രഹം ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രം നയവും വസയും ഗുരു ദേശീയൽ പുത്രാംഗ സൗഖ്യം സുരഗുരുരബലോ എന്നാണ്. അപ്പം ഈ സന്താനകാരകൻ, ഭാഗ്യകാരകൻ, ഐശ്വര്യകാരകനൊക്കെയാണ് ഈ വേഴൻ. അപ്പം വേഴൻ 12 സഞ്ചരിക്കുന്ന കാലഘട്ടം ബുദ്ധിയും, നിങ്ങൾ ബുദ്ധിമാനാണെങ്കിലും ആലോചിക്കാതെ പല കാര്യങ്ങളും എടുത്ത് ചാടിക്കളയും. അപ്പം ബുദ്ധിയുള്ള ആളാണെങ്കിലും ബുദ്ധിയില്ലാത്തവൻ കാണിക്കുന്ന പണി ചെയ്തത്. അതുകൊണ്ട് കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കും. പുത്രനും സന്താനകാരകം 12 സന്താനങ്ങളുടെ പ്രീതി കിട്ടുമെന്നല്ല, സന്താനങ്ങളുടെ വിരോധം കിട്ടും. നമ്മളൊരു കല്യാണം നിശ്ചയിച്ചാൽ വേണ്ട എന്ന് പറയും. നമുക്ക് ഇന്നത് പഠിച്ചാൽ മതി മക്കളെ പറഞ്ഞാൽ അവർക്കത് താല്പര്യമുള്ളൂ എന്ന് പറയും. നമ്മളെ നാട്ടിൽ പഠിച്ചാൽ മതി മക്കളെ, അവർക്ക് വിദേശത്ത് പോകണമെന്ന് പറയും. നമ്മൾ പറയുന്നതിന് വിപരീതമായിട്ട് പിള്ളേർ ഓരോന്ന് പറയുകയും ചെയ്യുകയും ചെയ്യും. ഒരുപാട് മക്കളുണ്ടെങ്കിൽ ഒന്ന് കലവിച്ച് പോവുകയോ മരിക്കുകയോ ചെയ്താലും കുഴപ്പമില്ല. എല്ലാ വീട്ടിലും പോകുന്ന ഒരു മുറിയൊക്കെ ഉള്ളൂ. അതൊരു വലിയ ശാപമാണ്. ഒന്നിലധികം പിള്ളേർ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. വേറൊന്നും കൊണ്ടല്ല, പിള്ളേരൊന്ന് കലവിച്ചാലും ഒരെണ്ണമെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ കാണും. അതാണ്. ഇന്ന് അതുമല്ല, മക്കൾക്കും അതൊരു പ്രശ്നമാണ്. പല അച്ഛനമ്മമാരും പറയണ കാര്യം എന്തെന്നറിയാം, ഞങ്ങളെ കാലം കഴിഞ്ഞാൽ ഞങ്ങളെ മോക്കാരുമില്ല, മോനാരുമില്ല. അവർക്ക് ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ട, മക്കൾ വേണ്ട എന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ പിന്നെ വംശമേ ഇല്ലാതെ പോവും. അങ്ങനെയും ഒരു പ്രയാസമുണ്ട്. അങ്ങനെ ആ ബുദ്ധിയും സന്താനങ്ങൾക്ക് ആപത്തുകൾ പിള്ളേരെ കലവിച്ചു പോവുകയും മരിച്ചു കളാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. വധോവേന്നാണ് 12 വേഴ സഞ്ചരിക്കുമ്പോൾ ആരെങ്കിലും മരിച്ചാലും നമ്മൾ നിമിത്തമാണ് ചത്തതെന്ന് വരെ കേൾക്കും. അങ്ങനെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായിപ്പോകും. ബുദ്ധിയും ബുദ്ധിയും സ്നേഹം കുറയും. നമുക്ക് തന്നെ എല്ലാവരോടും സ്നേഹമുണ്ട്, എങ്കിലും നമ്മൾ കൂടുതൽ വിരോധിയെപ്പോലെ ഒന്ന് അകന്ന് നിൽക്കാൻ ശ്രമിക്കും. ദേഹം അർത്ഥം ഗുരുത്വവും, ദേഹം ശരീരത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും തേജസ്സും ഒക്കെ 12 വേഴ നിൽക്കുമ്പോൾ കുറയും. അങ്ങനെ ഉണ്ട്. നമുക്ക് ശരീരമൊക്കെ അങ്ങ് ഉണങ്ങിപ്പോയെന്ന് പറയും. കൂടുതലും ആഹാരം കഴിക്കാത്തത് കൊണ്ടും ജോലിഭാരം കൊണ്ടൊക്കെ ആയിരിക്കും ഉണങ്ങണത്. രോഗം കൊണ്ട് ഉണങ്ങുന്നതായിരിക്കില്ല. അപ്പം അതുകൊണ്ട് സമയത്തിന് ആഹാരവും വെള്ളമൊക്കെ കുടിക്കുവാണ്. ഗുരുത്വം എന്ന് പറയുമ്പോൾ ഒരു ആശ്രമത്തിലോ അമ്പലത്തിലൊക്കെ പോയി ദേവകാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാളിന് പെട്ടെന്ന് അമ്പലവും വേണ്ട, ദൈവങ്ങളും വേണ്ട എന്ന് തോന്നിപ്പോൾ എല്ലാ അമ്പലത്തിൻ്റെ സ്ഥാനമാനങ്ങളും നമ്മൾ ഒതുങ്ങി ഭയങ്കര ഭക്തന്മാരും സിദ്ധന്മാരും ഒക്കെയാണ് കർക്കിടക കൂടുക. അപ്പം പെട്ടെന്ന് ദൈവങ്ങളോട് പോലും നമുക്കങ്ങ് വെറുപ്പ് തോന്നും. അങ്ങനെ ദൈവന്മാരിൽ നിന്ന് അകന്നകന്ന് പോകുമ്പോഴാണ് ദോഷങ്ങളും ദുരിതങ്ങളും കൂടിക്കൂടി വരുന്നത്. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഈശ്വരൻ്റെ സഹായം ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും. ഒരുപാട് ശത്രുക്കളും വിരോധികളും കുഴപ്പങ്ങളുണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് അതൊന്നും ബാധിക്കില്ല. പക്ഷെ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാതെ വരുമ്പോൾ എല്ലാ വിനകളും നമ്മളെ മണ്ടയിൽ വന്ന് കയറും. അപ്പം അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം കിട്ടാൻ വേണ്ടി ഏത് മതത്തിൽ വിശ്വസിച്ചാലും വേണ്ടൂല, അമ്പലത്തിലും ദൈവങ്ങളടുത്തൊക്കെ പോയി തൊഴുത് അവരവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും നേർച്ചകളും കുർബാനകളും ഒക്കെ ചെയ്യണം. എല്ലാ അമ്പലത്തിലും എല്ലാ പള്ളിയിലും എല്ലാവർക്കും പോവാം. ജാതിയും മതവും ഒന്നും നോക്കണ്ട. നമ്മൾ നല്ലൊരു മനുഷ്യരായിട്ട് ജീവിച്ചാൽ മതി. അതുകൊണ്ട് നമ്മളെല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും എല്ലാ ദൈവങ്ങളെയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്ക് വലിയ പുണ്യങ്ങൾ കിട്ടും. പുണ്യം കിട്ടുമ്പോൾ പാവം തീരും. അതാണ് നമ്മുടെ ഐഡിയ. അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കും. പിന്നെ രാഹു 8 നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ചെറിയ അപവാദം, വിരോധം, ഈ ഓർത്തോ ന്യൂറോ ഗ്യാസ്ട്രോ സൈക്കോ പ്രോബ്ലങ്ങളൊക്കെ രാഹു 8 നിൽക്കുമ്പോൾ ഉണ്ടായി. വേദന, നടുവേദന, വയറ്റിനകത്ത് എന്തോ ഇരിക്കും, വായു കോപം കൊണ്ടുള്ള അസ്വസ്ഥത. സൈക്കോ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ചെറിയ കാര്യത്തിനും അവർക്ക് ഇങ്ങനെ ടെൻഷൻ തോന്നിയിരിക്കും. അതുകൊണ്ട് സർപ്പപ്രീതി അവശ്യമേവ കരുണീ ആരോഗ്യ പുത്രാപ്തി. സർപ്പപ്രീതി വരട്ടെ. എന്തിന്? ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും സന്താനങ്ങളുടെ നന്മയ്ക്കും. സർപ്പം ജാതകത്തിൽ ദോഷസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ മക്കളുണ്ടാകാൻ തടസ്സം, പിള്ളേർക്കകത്ത് വീഴ്ച, ഒടിവ്, അപകടം, ത്വഗ്രോഗങ്ങൾ, കണ്ണിനും കാലിനും അസുഖം, ഇതൊക്കെ ഉണ്ടാവും. അത് സർപ്പദോഷം വലിയ ദോഷമാണ്. കുതിരയെപ്പോലെ നടക്കുന്ന ഒരാൾ പാമ്പിനെ പോലെ ഇഴഞ്ഞു പോകും. പിന്നെ പാമ്പ് എവിടെയാണ് ഇരിക്കുന്നത്? മാളത്തിൽ. അവർ നല്ല ഉത്സാഹത്തോടു കൂടി എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ശോഭിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും എന്നെക്കൊണ്ട് അത് പറ്റൂല, ഞാൻ ഇനി അത് പോകണില്ലെന്ന് പറഞ്ഞ് പാമ്പ് മാളത്തിരിക്കും കണക്ക് കയറി ഒളിച്ചിരുന്ന് കളയും.
ഒരു ജോലിക്ക് പോകാനോ കല്യാണത്തിന് പോകാനോ മരണത്തിന് പോകാനോ വാലിയാറ്റിന് പോകാനോ ഒന്നും തോന്നൂല. ഓടാൻ ആളാണെങ്കിൽ ഓടാൻ പോകില്ല, പാടുന്ന ആൾ പാടാൻ പോകില്ല, കളിക്കുന്ന ആൾ കളിക്കാൻ പോകില്ല. ഒന്നിനും എനിക്ക് വയ്യാന്ന് തോന്നുന്ന തരത്തിൽ വലിയ ഒരു അലസനായിട്ട് മാറി കിട്ടും. ഈ അലസത മാറ്റം ഏത് സർജറി ചെയ്യും നിങ്ങൾ? അതുകൊണ്ട് നമ്മൾ ഈ സർപ്പദോഷത്തെ ഒന്ന് മാറ്റണം. അത് ഡോക്ടറായിരുന്നാലും എഞ്ചിനീയറായിരുന്നാലും ജ്യോത്സ്യനായിരുന്നാലും ഏത് ബിസിനസ്സുകാരനായിരുന്നാലും ശരി, ഈ സർപ്പത്തിൻ്റെ ദോഷമുള്ളവർ അലസന്മാരായി പോയി അവർക്ക് കിട്ടേണ്ടുന്ന ഗുണങ്ങൾ അവരുടെ താല്പര്യക്കുറവും ഒരു സ്ഥലത്ത് എത്തേണ്ടുന്ന സമയത്ത് എത്താതെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സമയത്ത് ചെയ്യാതെ അവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ കിട്ടേണ്ടുന്ന അവസരങ്ങൾ അവർ തന്നെ അനാസ്ഥയായിട്ട് പ്രവർത്തിച്ച് അതൊന്നും കിട്ടാതെ പോകുന്ന പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് സർപ്പത്തിനെ നമുക്കൊന്ന് ആവാഹിച്ച് പൂജയൊക്കെ ചെയ്ത് ആ അമ്പലത്തിലൊക്കെ കൊടുത്ത് കുടുംബദേവനെ ഒന്ന് ഭജിച്ച് വേഴം 12 നിൽക്കുമ്പോൾ വിഷ്ണുവിനെ ഒന്ന് ഭജിച്ച് പോകുമ്പോൾ നമ്മളെ വിനകൾ മാറി കിട്ടും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ഈ പറയുന്ന എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഏതൊക്കെ ദോഷം ഉണ്ടെങ്കിലും മാറി കിട്ടും. നിങ്ങൾക്ക് അവിടെ അർച്ചന, പൂജ, വഴിപാട്, ദർശനമൊക്കെ നടത്താൻ താല്പര്യമുള്ളവർക്ക് വരാൻ സാഹചര്യക്കുറവുള്ളവർക്കും മെസ്സേജ് അയക്കാം. നമുക്ക് അതനുസരിച്ച് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യാം. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. ജാതകത്തിൽ ദശാകാല ദോഷങ്ങൾ, ഭാഗ്യദോഷങ്ങൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് പരിഹാരം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണിനത്തെ കാഴ്ചക്കുറവാണെങ്കിൽ നമുക്കൊരു കണ്ണാടി വയ്ക്കുമ്പോൾ നമുക്ക് കാഴ്ച കിട്ടുന്നത് പോലെയാണ്. നടക്കാൻ പറ്റാത്ത ആളൊരു ഊന്നുവടി ഉണ്ടെങ്കിൽ അതെങ്കിലും പറ്റും. നീന്താൻ പറ്റാത്ത ആളിന് ഒരു ചെറിയ കപ്പല, വള്ളമോ ബോട്ടോ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റുന്ന ഒരു അവസരം പോലെയാണ്. പരിഹാരങ്ങളെ കൊണ്ടുള്ള പരാജയങ്ങൾ മാറി വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാവും. എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജാതകം പരിശോധിക്കണമെങ്കിൽ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ എനിക്ക് സെൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിക്കണം. ചിലവർ വിളിച്ചിട്ട് ഇതൊന്നും തരൂല. അവർ സമയമാകുമ്പോൾ വിളിച്ചിട്ട് പറയും എൻ്റെ കല്യാണം നടക്കില്ല, ജോലി കിട്ടില്ല, പൈസ കിട്ടില്ല എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു മറുപടി തരണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നോക്കി പറയാൻ പറ്റും. ഇല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. ചിലർ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞാൽ അയച്ചു തരിയില്ല. അവർ 100 തവണ എന്നെ വിളിച്ച് ശല്യം ചെയ്യും. അതുകൊണ്ട് കൂടുതൽ കാൾ ചെയ്യരുത്. മെസ്സേജ് തന്നെ അയക്കാൻ ശ്രമിക്കണം. അപ്പം അത് മെസ്സേജ് യൂട്യൂബിൽ മെസ്സേജ് അയക്കരുത്. അതിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഫോണിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.